നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 20ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിൽ നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതേ ജില്ലയിൽ നടന്ന ചില തരികിട പരിപാടികളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഞാൻ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വടകര ഭരണവിഭാഗം DYSP ആയിട്ട് സ്ഥലം മാറ്റിയിരുന്നു. എൻ്റെ സേവനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തിരമായിട്ട് മലപ്പുറത്തേക്ക് കണ്ടങ്ങോട്ട് മാറ്റിയെങ്കിലും 6 മാസം തേച്ചവിടെ ഇരുത്താനായിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ സേവനം വടകരയിൽ വേണമെന്ന് കണ്ട് വടകര ഭരണവിഭാഗം DYSP ആയിട്ട് കോഴിക്കോട് റൂറൽ ജില്ലയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും 27/3/24 ഞാനവിടെ 27/3/14 ഞാനവിടെ ചാർജ് എടുത്തിട്ടുള്ളതുമാണ്. അതിനുശേഷം ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇലക്ഷന് എത്തി. ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ചില സംശയം SP വന്നായിരിക്കണം. SP എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു, എന്ന് വരൂ എന്ന് ചോദിച്ചു. എനിവേ ഞാൻ ജോയിനിങ് ടൈമൊക്കെ എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ടാണ് SP അവിടെ നിന്ന് മറ്റേടത്തുനിന്ന് മലപ്പുറത്തുനിന്ന് റിലീവ് ചെയ്തിട്ട് എത്താത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വിളിച്ചത്. കാരണം ഞാൻ മലപ്പുറം കോഴിക്കോട് നിന്ന് ബില്ലിങ്ങോ ആർക്കെങ്കിലും എന്നെ അവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പോയതൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാടുകടത്തലിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന സ്ഥലമാണ്. പറയാൻ ഉദ്ദേശിച്ച വിഷയം, സ്വാഭാവികമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ ബന്തോബസ്ത് സ്കീമുണ്ട്, അവസാനമുള്ള തയ്യാറെടുപ്പുകളുണ്ട്. SP ഓഫീസ് തലത്തിലും ഉയർന്ന തലത്തിലും കോൺഫറൻസുകൾ, ഇതെല്ലാം പിന്നെ ചട്ടപ്പടി പരിപാടികളാണ്. കാരണം ഈ എന്ത് സംഭവിച്ചാലും SHOയുടെ പെടലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനമാണ് പോലീസിലുള്ളത് മൊത്തം. അല്ലെങ്കിൽ അതിന് താഴേക്ക് മുകളിലേക്ക് ആരെയും പിടിക്കാനുള്ള ഇച്ഛാശക്തിയോ സംവിധാനമൊന്നും നമ്മുടെ സംവിധാനങ്ങൾക്കില്ല. എന്തായാലും ശരി, ചാർജ് ഏറ്റെടുത്തു. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവിടെ അന്ന് ഒരു നോഡൽ ഓഫീസറെ നമ്മൾ എല്ലാ ജില്ലയിലും ഉണ്ടാകും. ഇതെല്ലാം ഓരോ തരികിട പരിപാടികളാണ് പോലീസിലെ നോഡൽ ഓഫീസർമാരെല്ലാം. കാരണം ഇതിന് ഏകീകൃത സ്വഭാവമൊന്നുമില്ല. ഒരു ജില്ലയിലെ നാർക്കോട്ടിക്സ് DYSP നോഡൽ ഓഫീസർ ആയിരിക്കുന്നിടത്ത് മറ്റിടത്ത് DCRB DYSP ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോലീസ് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ജോലി ജയിച്ച് ശമ്പളം വാങ്ങിക്കണം. അപ്പോൾ ചിലരുടെയൊക്കെ താല്പര്യങ്ങളാണ്, ചിലർക്ക് താല്പര്യങ്ങളുണ്ട്. എന്തായാലും പ്രതിപാദന വിഷയം അതല്ല. അപ്പോൾ ഇലക്ഷന് 10/4/14 അപ്പം അന്നത്തെ നാർക്കോട്ടിക്സ് DYSP ഡയറക്റ്റ് ASI ബാച്ചിലുള്ള ശ്രീ വിജയകുമാർ അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസർ. അദ്ദേഹം ആ ജോലികളൊക്കെ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഡീറ്റെയിൽഡ് ബന്തോബസ്ത് സ്കീം തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അതിൻ്റെ കോപ്പി ജില്ലാ കളക്ടറിന് ലഭ്യമാക്കുന്നതാണ്. അത് കോപ്പി ലഭ്യമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഏതായാലും ഉറപ്പില്ല. ഏതായാലും ഞാനീ പറയുന്ന സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കോപ്പി പരിശോധിച്ചിരുന്നു. അപ്പം ഈ അന്നേ ദിവസത്തെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. SP ഓഫീസിലുണ്ട് ഈ പറയുന്ന വിജയകുമാർ. അദ്ദേഹം വന്ന് അദ്ദേഹത്തിനായിരുന്നു അന്നത്തെ നൈറ്റ് പെട്രോൾ ചുമതല. നൈറ്റ് പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 11 മണി മുതൽ 5 മണി വരെയുള്ള ഒരു സൂപ്പർവൈസറി ചുമതലയാണ്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നൈറ്റ് പെട്രോൾ ഡീറ്റെയിൽ ചെയ്യപ്പെട്ടവർ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ജില്ലയിലെ നൈറ്റ് ഓഫീസർക്കാണൊരു ചാർജ്. മിക്ക ജില്ലകളിലും DYSPക്ക് തന്നെ ആയിരിക്കും ഈ നൈറ്റ് ചാർജ്. ഈ പറയുന്ന ഇലക്ഷൻ ഡേറ്റിൽ ഇദ്ദേഹത്തിനാണ് ഈ നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിക്ക് ഡീറ്റെയിൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കും അദ്ദേഹത്തിന് അന്ന് ഫുള്ളായിട്ട് എൻഗേജ്ഡും ആയിരുന്നാലാണ് എന്നോട് വന്നൊന്ന് പറഞ്ഞു, എനിക്ക് പകരം ഒന്ന് നൈറ്റ് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. സാധാരണ സഞ്ചരിക്കുന്നത് പോലെ 11 മണിക്ക് യാത്ര തുടങ്ങി. എങ്ങനെ ഒരു വെളിപാട് പോലെ തലശ്ശേരി റൂട്ടിലേക്ക് അന്ന് പോയി. തലശ്ശേരി റോഡിലേക്ക് പോയി. അപ്പോൾ ഈ ജില്ലയിലെ ബോർഡർ പോലീസ് സ്റ്റേഷൻ ചോമ്പാല എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനാണ്.
അപ്പോൾ കുറച്ചങ്ങോട്ട് പോയ സമയത്ത് ഒരു 11-10 ഒക്കെ സമയമായിട്ടുണ്ടാവും. വലത് സൈഡിൽ ഒരു കോളേജ് കെട്ടിടമാണെന്ന് ഡ്രൈവർ പറഞ്ഞു. അവിടെ കണ്ടമാനം ലൈറ്റും വാഹനങ്ങളും കണ്ടമാനം ആളുകളും ഒക്കെ കൂടി നിൽക്കുന്നതായിട്ടും പല വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടൊക്കെ മനസ്സിലായി. ഞാനപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചു എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. കൂടുതൽ പോലീസുകാരൊന്നുമില്ല, ഒരു പോലീസുകാരനോ മറ്റോ ഉള്ളൂ കൂടെ. അത് ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വന്ന ഉദ്യോഗസ്ഥർ അവരുടെ വാഹനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ് ആവാം. പിന്നെ വാഹനം അവിടെ ഇട്ടിട്ട് അവരെ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം പോളിംഗ് കഴിഞ്ഞ് അവർ സാധനങ്ങൾ തിരിച്ചേൽപ്പിച്ചിട്ട് അത് എടുക്കാൻ വന്നതാവാം എന്ന് ഡ്രൈവർ പറഞ്ഞു. ഈ പോലീസിൻ്റെ ബന്തോബസ്ത് സ്കീം പ്രകാരമോ മറ്റേതെങ്കിലും ഇൻഫർമേഷനോ അന്നേ ദിവസം വരെ, അതായത് പോളിംഗ് ഡേറ്റിലെ ഈ സമയം വരെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് ഈ പോളിംഗ് കഴിഞ്ഞ സീൽഡ് ചെയ്ത EVM മെഷീനും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളൊരു അറിയിപ്പ് പോലീസിനില്ല. പോലീസിന് ഉള്ള സ്കീം പ്രകാരവും പോലീസിൻ്റെ ഇതിലും നേരെ കൗണ്ടിങ് സെൻറ്ററിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് കൗണ്ടിങ് സെൻറ്ററിലേക്ക് EVM മെഷീനും മറ്റ് പോളിംഗ് മെറ്റീരിയൽസും എത്തിച്ച് അവിടുന്ന് അവർ മടങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞ്. സ്കീം പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതും, അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും, അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും കണ്ടമാനം മീറ്റിങ്ങുകൾ സംബന്ധിച്ച് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ആയിട്ട് നടത്താറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കോളേജിൽ നിന്ന് തിരിച്ച് പോളിംഗ് കഴിഞ്ഞ സാധനങ്ങൾ ഈ കോളേജിലെത്തി അവിടെ നിന്നാണ് ഈ സാധനങ്ങൾ കൗണ്ടിങ് സെൻറ്ററിലേക്ക് പോകുന്നതെന്ന് അറിയിച്ചിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബന്തോബസ്ത് സ്കീമിലും അതിനനുസരിച്ച് പോലീസിൻ്റെ സന്നിധാനങ്ങളൊന്നും ചേർക്കുകയോ പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും 6 മണിക്ക് പോളിംഗ് കഴിഞ്ഞിട്ടുണ്ടാവണം. 6:30 പോളിംഗ് സാമഗ്രികൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ എത്താൻ നിർദ്ദേശപ്രകാരം എത്തിയിട്ടുണ്ടാവണം. ഞാൻ അവിടെ ചെല്ലുന്നത് 11:15 ഏതാണ്ട് ഈ 4.25 മണിക്കൂർ പോള് ചെയ്യപ്പെട്ട EVM മെഷീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും ഏതാണ്ട് 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടേത് അവിടെ പോലീസ് എസ്കോർട്ടോ പോലീസ് ഗാർഡോ ഇല്ലാതെ സൂക്ഷിക്കപ്പെട്ടത് എന്നുള്ളതൊരു ദുരൂഹമായ സാഹചര്യമാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചവൻ പറഞ്ഞു അത് ഇവിടുന്ന് തന്നെയാണ് തിരിച്ച് മൊത്തം കോൺസ്റ്റിറ്റ്യുവൻസി തരം തിരിച്ച് ഇവിടുന്ന് തന്നെയാണ് ഇത് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അവരോട് ഇവിടെ തിരിച്ചു വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചെങ്കിലും സംസാരിച്ചവർക്കൊന്നും ഒരു വ്യക്തത വരുത്താനായിട്ട് കഴിഞ്ഞില്ല. നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും. എനിവേ ബന്തോബസ്ത് സ്കീം പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിക്കിടുകയോ അത് സംബന്ധിച്ചൊരു അറിയിപ്പും പോലീസിനില്ല എന്നുള്ളതാണ് ഈ കാര്യം. അന്നത്തെ ഇലക്ഷൻ്റെ ചുമതല DYSP SP-യോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സംസാരിച്ചിരുന്നത്. എന്തായാലും ഇതൊരു ഗുരുതരവും ദുരൂഹവുമായ വിഷയമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ SHO എന്ന നിലയിൽ ഞാൻ ചോമ്പാല പോലീസ് സ്റ്റേഷനിലെ SHOയെ വിളിച്ചു. നിങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ വരണം, ഇവിടെ ഇങ്ങനൊരു വിഷയമുണ്ട്. അയാൾ സ്ട്രൈറ്റ് അവേ മറുപടി പറഞ്ഞു, എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ആയിരുന്നു, ഇങ്ങനെ ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചിട്ടില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കണ്ണൂർ റേഞ്ച് DIG ആണെന്ന് തോന്നുന്നു, അന്നത്തെ വടകര ASP. എനിവേ ഈ വിവരം ഈ ഇലക്ഷൻ്റെ ചാർജുള്ള DYSP SP ഒക്കെ അറിയിച്ചു. കൂടുതൽ പോലീസ് എത്തി. ഈ ചോമ്പാലയിലെ അന്നത്തെ SIയും അവിടെ സ്ഥലത്തെത്തി. ഇപ്പോൾ SI വന്ന് പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ മുതൽ തിരക്കിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ മറുപടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട SHOയ്ക്ക് പറ്റിയൊരു മറുപടിയല്ല. കാരണം പോലീസ് 24 hour ഡ്യൂട്ടിയാണ്. സമയവും കാലമൊന്നും പോലീസ് ഡ്യൂട്ടിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെയൊക്കെ ആക്കി നമ്മുടെ സിസ്റ്റം, രാഷ്ട്രീയ സിസ്റ്റം അങ്ങനെയൊക്കെ ആക്കി തീർത്തു എന്ന് ആ മറുപടി കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. കാരണം എനിക്ക് വേണമെങ്കിൽ നൈറ്റ് പട്രോളാന്ന് പറഞ്ഞ് പോകാം, ഇത് കണ്ടില്ല എന്ന് അടിച്ചും പോകാം. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന് ചേർന്ന് നമുക്ക് ചേർന്ന ഒരു കാര്യമല്ല. എന്തായാലും പിന്നീട് പെട്ടെന്ന് പോലീസിനെയൊക്കെ ആവശ്യത്തിന് അറേഞ്ച് ചെയ്തു. പിന്നീട് അവിടുന്ന് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ച് പോലീസ് സൗകര്യം ചെയ്തു, സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തു.
അതിനുശേഷം ഇത് കൊണ്ടുവന്ന് സ്ട്രോങ് റൂമിൽ വെക്കുന്നതിന് രാത്രി തന്നെ അവിടെ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1 മണി 12:30 1 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓരോ വാഹനത്തിനും പ്രത്യേക എസ്കോർട്ടും ഫയൽ സൗകര്യവും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ഈ ഉന്നയിച്ച വിഷയം, ഈ പേരാമ്പ്രയിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം കോഴിക്കോട് ജില്ലയിലെ ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ളതാണ്. പോള് ചെയ്യാത്ത MT EVM മെഷീന് പോലും സെക്യൂരിറ്റി നൽകുന്ന സാഹചര്യത്തിൽ മാവോയിസ്റ്റ് ത്രെട്ട് അന്ന് വളരെ നല്ല ശക്തമായ രീതിയിലുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. മാവോയിസ്റ്റിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന SHOമാരും അന്ന് 1 or 2 ആ ജില്ലയിലുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയായി ബന്ധപ്പെട്ട് അധിക ശമ്പളം വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു ജില്ലയിലാണ് ഈ രീതിയിൽ പോള് ചെയ്ത EVM മെഷീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പോളിംഗ് മെറ്റീരിയൽസും ഏതാണ്ട് 5 മണിക്കൂറോളം സമയം യാതൊരു സുരക്ഷയുമില്ലാതെ, യാതൊരു ഗാർഡും ഇല്ലാതെ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ള അതീവ ഗൗരവതരമായൊരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.